പോയി കഴിഞ്ഞാൽ അത്ര നല്ലത്. കാരണം ഫുൾ അലർച്ചയും ബഹളം മാത്രമേ ഉള്ളൂ. ശിവയുടെ ഏറ്റവും മോശം പടം, അതുപോലെ സൂര്യയുടെ കാര്യമുള്ള ഏറ്റവും മോശം പടം തന്നെ പറയാം. ഒന്നിനും കൊള്ളില്ല. ഡയറക്ഷൻ മോശമായി പോയി. പിന്നെ സ്ക്രീൻ പ്ലേ തന്നെ ഒരു ഒരിക്കലാത്തൊരു സ്ക്രീൻ പ്ലേ ആണ്. നല്ല രീതിയിൽ എടുക്കായിരുന്നു, പക്ഷെ എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും ഇല്ലാതായി പോയി. ആ ഒരു ആൾക്കാർക്ക് ഒരു ഇതും തോന്നിയില്ല. ഒരു മാസ് ഗൂസ് സീൻസോ അങ്ങനെയൊന്നും തോന്നില്ല. ഇപ്പൊ ഇന്റർവെല്ലൊക്കെ ആണെങ്കിൽ തന്നെ അവർ കുറെ ശ്രമിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് കുറെ മാസാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആർക്കൊന്നും ഒരു ഇത് വരുന്നില്ല. പിന്നെ അവസാനം ഒരു തേരെന്തെങ്കിലും സൂപ്പറാക്കാൻ പ്രതീക്ഷിച്ചു. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ട്രെയിലിനകത്ത് ഒരു ക്യാമിയോ പോലെ കാണിക്കുന്നുണ്ടല്ലോ. ആ ക്യാമിയോ വെച്ച് സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു ബിൽഡപ്പ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ അത് എറിച്ചിട്ടില്ല. കുറെ ശ്രമിച്ചു, പക്ഷെ ഒന്നും എറിച്ചിട്ടില്ല. പടം എനിക്കൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് പടം തോന്നിയിട്ടുള്ളത്. പിന്നെ അതിന്റെ മേക്ക് ഓവർ ഒക്കെ ഒരു നല്ല രസമുണ്ട്. സൂര്യനെ പ്ലേസ് ചെയ്തേക്കണതൊക്കെ പഴയ കാലഘട്ടത്തിൽ അതിന്റെ ഡയലോഗ് പ്രസന്റേഷൻ ഒക്കെ രസമുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ ഒരു സൂര്യയുടെ പെർഫോമൻസ് അതിൽ കാണാൻ പറ്റും. ക്ലൈമാക്സിലുള്ള കോമി റോളൊക്കെ നല്ലൊരു രസമുണ്ട്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്യാരക്ടറാണ് വരുന്നത്. ആ ഒരു എന്താ പറയുക, ആക്ടർ വന്ന് ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററിലുണ്ടായ ഒരു കൈഡി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളാകുമ്പോഴത്തേക്ക് പിന്നെ ഇവര് തമ്മിലുള്ളൊരു കോംബോ സീൻസും പ്രതീക്ഷ ഒരു ഇത് തോന്നിയില്ല. ഭയങ്കര ഒരു ശിവയുടെ പഴയ സിനിമകളൊക്കെ പോലെ തന്നെ ഒരു റൈറ്റിങ്ങിൽ അപാരമായിട്ട് പിന്നോട്ട് പോയി. ഒട്ടും ഭയങ്കര ലൗഡ് മ്യൂസിക്കും സിനിമ മൊത്തത്തിലൊരു ലൗഡ് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു സൂര്യയുടെ ഇത് പ്രതീക്ഷയില്ല, ഭയങ്കര എക്സ്പെക്ട് ഒക്കെ ചെയ്താൽ വന്നത്. പക്ഷേ ഇത് പൊതുവെ ഒരു മൊത്തത്തിലൊരു ഷോക്കായിട്ടാണ് തോന്നിയത്. സാധാരണ മിക്കവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത. പെർഫോമൻസ് വെച്ച് നോക്കണമെങ്കിൽ എല്ലാവരും കിട്ടും തന്നെയാണ്. പക്ഷെ പെർഫോമൻസ് അല്ലല്ലോ പടത്തിന്റെ പറയണത്, അതിന്റെ കഥയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇത് രണ്ട് കാലഘട്ടം കാട്ടുന്നത് പറഞ്ഞാൽ രണ്ട് കാലഘട്ടം കാട്ടുന്ന, അതായത് 2024 പിന്നെ ഒരു 1070. ആ കാലഘട്ടം കാട്ടുമ്പോൾ ശരിക്കും എന്തോ ഒരു പോരായ്മ പോലെ തോന്നി. അത്ര തന്നെ. പടം ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ശിവ ചതിച്ചു വീണ്ടും അങ്ങനെയൊന്നും ഞാൻ പറയല്ല. എന്തായാലും പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇപ്പൊ പറയുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. എന്തായാലും